സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഇന്ന് ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ തക്കവണ്ണം നീ സഹായിച്ചതിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ സമയം ഞങ്ങൾ കൂടി വന്നിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങൾക്കെല്ലാം വലിയ വിടുതലാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ജീവിതങ്ങളിൽ കർത്താവെ നിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന പ്രഭാത സമയമാക്കി തീർക്കുമാറാകണം. ഹല്ലേലൂയ. എത്രത്തോളം നീ ഞങ്ങളെ നടത്തിയല്ലോ. ഞങ്ങളോടൊത്ത് ജീവിതം തുടങ്ങിയ പലരും ലോകത്ത് മാറ്റപ്പെട്ടു പോയപ്പോൾ നിന്റെ കൃപയല്ലയോ ഞങ്ങൾ ഇതുവരെ നിർത്തിയത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരുന്നു, നിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുള്ള ആരെയും അവിടുന്ന് ലജ്ജിപ്പിച്ചിട്ടില്ലല്ലോ. ഇത്രത്തോളം നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ടും സ്തോത്രം. പ്രാർത്ഥനാധനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. കഴിഞ്ഞ 382 ദിവസങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. ഈ 383 ദിവസവും ദൈവിക കൃപകള ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ജനത്തെ കൂട്ടി വരുത്തണമേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. നല്ല ഗീതങ്ങൾ പാടുവാൻ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സഹായിക്കണം. എല്ലാ വിഷയങ്ങളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വിശുദ്ധദാസൻ നാട്ടിലായിരിക്കുന്നുവല്ലോ. നിന്റെ മകനെയും നീ സഹായിക്കണം, കുടുംബമായി പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ തക്കണം കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവികമായ സംരക്ഷണം നമുക്ക് ലഭിച്ചുവല്ലോ. ഈ പ്രഭാതത്തിൽ ആത്മീയ ഗീതങ്ങൾ പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പാട്ടുവാനും പറയുന്ന പോലെ തിരുനാമ കീർത്തനം പാടുവാനല്ല എങ്കിൽ ഈ നാവ് എനിക്ക് എന്തിന് നാഥ. അതെ, കർത്താവ് നമുക്ക് സംസാരിപ്പാനുള്ള കഴിവ് തന്നു, പാടുവാനുള്ള കൃപ തന്നു. ഈ അധരങ്ങൾ ഇനി സൃഷ്ടാവായ ദൈവത്തിന് വേണ്ടി സമർപ്പിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ പ്രഭാതം നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥനകളോട് ആയിരിക്കാം. പ്രിയ സഹോദരി ലിജി റെൻസി ബാംഗ്ലൂരിൽ നിന്ന് നമ്മോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. പ്രിയ സഹോദരിയെ തുടർന്നുള്ള അല്പസമയങ്ങൾ ഹല്ലേലൂയ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. നമുക്ക് പ്രിയ സഹോദരിയോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനുവേണ്ടി ലിജി സിസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തോണ്ടായിരിക്കട്ടെ. വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധാനത്തിലായിരിക്കാന്, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാന് നമുക്ക് ദൈവ ഇടയാക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ.
മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാ മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വാഴ്ത്തുന്ന പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൽ മാത്രമാണ് ആശ്രയിക്കാനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കീർത്തിക്കാനും പാടുവാനും മഹിമപ്പെടുത്തുവാനും എല്ലാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രമാണുള്ളത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാത്മാവിൽ ആരാധിക്കാൻ കർത്തവനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കു സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്കു സൗഖ്യമാ. പ്രാർത്ഥിക്കാത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പിൽ നിന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൽ നിന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാ എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ആമേൻ. ഹല്ലേലൂയ. ഈ പാട്ടുകാരൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തില് ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗിക്ക് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മള് മടുത്തു പോകാതെ ദൈവസന്നിധാനത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരും ഇടയാക്കുമാറാകട്ടെ. ഇത്രയും സമയം ദൈവസന്നിധാനത്തിലായിരിക്കാം ദൈവം ഇടയാക്കി എനിക്ക് അവസരം തന്ന ദേവദാസനും കുടുംബത്തിനും നന്ദിയെ കരയറ്റുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദിയെ കരയറ്റിക്കൊണ്ട് ദൈവസന്നിധാനത്തിൽ ഇരുന്നുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലിജി സിസ്റ്റർ. ദൈവം ധാരാളമായി കുടുംബമായി അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഗീതങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചതിനോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യം നാം പാടിയതുപോലെ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകുന്നു. ഹാലേലിയ. കർത്തന് തുല്യനായി ആരുമില്ല എന്ന് പാടുവാനിടയായല്ലോ. കാരണം ഹാലേലിയ അവൻ മാത്രമാണ് ഉന്നതനും ഉയർന്നിരിക്കുന്നതിന് ശാശ്വതവാസിയും.
അതുകൊണ്ട് നമുക്ക് അവനെ കീർത്തിക്കാം. ആത്മിക കീർത്തനങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ആശ്രയവും നമ്മുടെ ശൈലവും കോട്ടയും എല്ലാം നമ്മുടെ കർത്താവ് തന്നെ ആയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് പാട്ടുകാരും പാടി, യേശുനാഥ നീ എന്റെ ദൈവമാണ്. അതെ, ആ വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. ആമേൻ. ഹാലിലെ നീതിമാന്റെ പ്രാർത്ഥന ഏറ്റവും ഫലിക്കും, രോഗിക്ക് സൗഖ്യമാകും. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേല് ദൈവം പ്രവർത്തിക്കും. അത്യുന്നതനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവസഭ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവല്ലോ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു ആത്മീക മഴ പെയ്ത് ഇന്നേ വരെ വിതച്ചിട്ടുള്ള സകല വിത്തുകളും മുളച്ചു വളരേണ്ടതിന് വേണ്ടി ശക്തമായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ലല്ലോ. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ഉത്തരം തരുന്നൊരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയ ജെയിനി സിസ്റ്റർ നമ്മോട് കൂടെ ഉണ്ടല്ലോ. തുടർന്നുള്ളതായ ചില മിനിറ്റുകളുടെ പ്രിയ സഹോദരി പ്രാർത്ഥനയ്ക്ക് ലീഡർഷിപ്പ് ചെയ്യും. നമുക്ക് പ്രിയ സഹോദരി ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അതിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ഉത്തരം ഏറ്റെടുക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ജെയിനി സിസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടെ നല്ല പ്രഭാതത്തിൽ വാത്സല്യ ദേവദാസന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാവരോടും ഒന്നിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം എന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് രാവിലെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസനെ തലകളെ വണക്കാം. മനോഹരമായ നിലയിൽ ഗാനങ്ങൾ പാടുവാൻ പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചല്ലോ. ധാരാളമായി ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ശാരീരിക സൗഖ്യവും ബലവും കൊടുത്ത് കർത്താവ് നടത്തട്ടെ. ഷാജി ബ്രദറിനെയും കർത്താവ് മീറ്റിംഗിൽ ഇട ചെയ്യുവാൻ, അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നൽകുവാനൊക്കെ കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് വേഗത്തിൽ പ്രാർത്ഥനയിലേക്ക് കടക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമുക്ക് വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഓരോ വിഷയങ്ങളും പറയുമ്പോൾ ആമേൻ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, ആത്മാർത്ഥതയോടെ നമുക്ക് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. വേഗത്തിൽ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാരംഭമായി കർത്താവിൻ്റെ ദാസൻ മൻസുംബാസ്റ്റെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാധ്വനി എന്ന ഈ ഒരു സംരംഭം ഇത്രത്തോളം കൊണ്ടുവരുവാൻ കർത്താവരെ കുടുംബമായി സഹായിച്ചല്ലോ. ലോകവ്യാപകമായി ആമേൻ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇത് കടന്നു ചെല്ലുവാൻ, അവിടെയെല്ലാം ഇത് വ്യാപിക്കുവാൻ, അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ഇതൊരു മറുപടിയായി തീരേണ്ടതിന് നമുക്ക് ആ കുടുംബത്തെയും ഈ പ്രസ്ഥാനത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വാത്സല്യ മാതാപിതാക്കൾ നമ്മളോട് കൂടെ ലൈനിലുണ്ടല്ലോ, അവരെയും നമുക്ക് ഓർക്കാം. ബലത്തോടെ ദൈവം അവരെ നടത്തട്ടെ. അതുപോലെ ഇതിൻ്റെ ആമേൻ കൺവീനർമാരായി ഇതിന് ഉത്തരവാദിത്വം വഹിക്കുന്ന മറ്റനേക ദേവദാസന്മാർ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. അവരെല്ലാം നമുക്ക് ഓർക്കാം. ഓരോ ചാപ്റ്ററുകളെയും അതിന് നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്ത ദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കാം. നല്ല രാവിലെ വിളക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥന ധ്വനിയുടെ തണലിൽ കീഴിൽ ആമേൻ ഭൂലോകത്തിൻ്റെ ഭാഗങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് അണിനിരന്ന് ദൈവസ്ഥൽ പ്രാർത്ഥിപ്പാൻ നൽകിത്തന്ന നല്ല പ്ലാറ്റ്ഫോമിനും അവസരത്തിനും ആയിട്ട് സ്തോത്രം. താവേ, കഴിഞ്ഞ നാളുകളിൽ ഈ പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ച്, ഇത്രത്തോളം വ്യാപിപ്പിച്ച്, ഇത്രത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തി നടത്തി നയിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം. താവേ, സ്തോത്രത്തിൻ്റെ മുഖാന്തരമായിരിക്കുന്ന വിലപ്പെടുന്ന ദാസൻ ബെൻസൺ ഡാനിയൽ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ യാത്രയെല്ലാം കൂടെ ഇരുന്ന് സൗഖ്യത്തോടെ നാട്ടിൽ മടക്കി വരുത്തിക്കൊണ്ട് സ്തോത്രം. എൻ്റെ മകനെ പിന്നെയും ഉപയോഗിക്കുമാറാകണമേ, ശക്തമായിട്ട് ഉപയോഗിക്കണം. എൻ്റെ മകനിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തി അത് ചെയ്തു തീർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും.
വ്യാപനത്തിൽ മൗത്തിൽ കൈക്കൊള്ളും നിന്റെ വചനം മുകളിലൂടെ നിന്റെ ആലോചന അവിടുത്തെ ഹിതം പൂർണ്ണമായി നിന്റെ മുകളിലൂടെ നിവർത്തിച്ച് കേരളത്തിൽ മാത്രമല്ല കർത്താവ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ പ്രവൃത്തി തികച്ചെടുക്കുവാൻ അവിടുന്ന് മനസ്സലിമാറാകണമേ, പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ ദാസിന്റെ മാതാപിതാക്കൾക്കായി സ്തോത്രം. അവരെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പിതാവ് അല്പം ബുദ്ധിമുട്ടിലൊക്കെ ആയെങ്കിലും കർത്താവ് സ്തോത്രം ദൈവം സഹായിച്ചു. പിന്നെയും ബലപ്പെടുത്തണമേ. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വാർദ്ധക്യവും നരയുള്ള കാലത്തും ഉപേക്ഷിക്കാത്ത ദൈവം എൻ്റെ പ്രിയപ്പെട്ട ആ ദാസനെ, ആ മാതാവിനെ ബലപ്പെടുത്തി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ കർത്താവേ, നിന്റെ ദാസിക്കായി സ്തോത്രം. നിന്റെ മകൾക്ക് വലിയ വിപത്ത് വന്ന് തകർത്തുകളാൻ ശ്രമിച്ചുവെങ്കിലും ആമേ പിന്നെയും ദൈവം ബലപ്പെടുത്തി, ദൈവം ആയുസ്സോടെ നൽകി. നീ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ സ്തോത്രം സൗകര്യമാർക്കൊരു അനുഗ്രഹമായി നമ്മളെ ഉപയോഗിക്കുന്നുവല്ലോ. ആ മേശയ്ക്ക് തിരുവലുകളെ പോലെ 2 മക്കളെ ദൈവം നൽകി. അവരങ്ങനെ തന്നെ ശോഭിക്കട്ടെ. അരമന മാതിരി മൂലത്തിന് പോലെ അവർ ശോഭിപ്പാൻ ഒരുക്കണം. ഹല്ലേലൂയ. എല്ലാ വിധത്തിലും ആ കുടുംബം ഒരു വെളിച്ചം, വലിയൊരു അനുഗ്രഹം, ഒരു തണല് ഒക്കെ ആക്കി തീർത്ത് ആമേൻ അനേക ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ പ്രാർത്ഥന ധ്വനി ഇവിടെ കർത്താവിൻ്റെ വിധ ചാപ്റ്റേഴ്സ് 15 രാജ്യങ്ങളുണ്ടല്ലോ. എല്ലാ പ്രവർത്തനം അനുഗ്രഹിക്കണം. ഇതിൻ്റെ കർത്താവ് ഓരോ ഭാഗങ്ങളിൽ ഇടിയെന്ന പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്താൻ എല്ലാ തീകഷ്ണങ്ങളാക്കി മാറ്റി ഉത്സാഹത്തോടെ അവരെ കഥയുന്ന ആളുകളിൽ പ്രവർത്തിപ്പാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ട കൃപയും ജ്ഞാനവും അനുഗ്രഹവും നൽകണം കർത്താവേ. സ്വമേധയായി ഈ പ്രവൃത്തി എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹവും നന്മയും പ്രതിഫലവും ഒക്കെ നൽകി ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ സ്തോത്രം. ഞങ്ങൾ വായിക്കുന്നു, മഹാപ്രതിഫലമുള്ള ഈ ധൈര്യം തള്ളിക്കളയരുത്. എല്ലാവരും ആത്മാർത്ഥതയോടെ വളരെ ഉത്തരവാദിത്തോടെ എല്ലാവരും ഇത് ചെയ്യുവാൻ ഉള്ള കൃപ പക്വത നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ധ്വനിയിലൂടെ ആയിരങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നുവല്ലോ. ദിനേന അനേക വിഷയങ്ങൾ വരുന്ന വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു, അതിന് പരിഹാരം നൽകുന്നു. അത് ഓർത്ത് സ്തോത്രം. ഇനിയും കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയുടെ അഗ്നി ആളിക്കത്തി വിടുതലിന്റെ ശക്തി വ്യാപരിപ്പാൻ, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ, അനുഗ്രഹത്തിന്റെ നിർവൃതി വ്യാപരിപ്പാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയുവാനൊക്കെ ഇത് വലിയ കാരണമാക്കണം എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തോട് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ മുഖാന്തരമാണല്ലോ പ്രാർത്ഥനാ ചങ്ങല. ആകയാൽ പ്രാർത്ഥനാ ചങ്ങലയാൽ ലോകത്തെ മൊത്തം ഒന്നിച്ചു കോർത്തിണക്കി ആ സ്തോത്രം അനുഗ്രഹപ്പെടുന്നില്ലെങ്കിൽ ഇത് വളരുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ മീറ്റിംഗ് നടത്തണം. പ്രാർത്ഥനയിലെപ്പെട്ട ദാസിനെ ബലപ്പെടുത്തണം. പ്രേയറിലിന്റെ ദാസിയെ ബലപ്പെടുത്തണം. എല്ലാവരും അനുഗ്രഹിക്കണം. നിങ്ങളിൽ എല്ലാവരും പുത്തൻ ശക്തിയും ബലവും പ്രാപിക്കട്ടെ. മഹത്വം എല്ലാം നമ്മൾ നിറങ്ങേശു കർത്താവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ, 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് കർത്താവിന്റെ ദാസിനെ, കുടുംബത്തെ, അവരുടെ മാതാപിതാക്കളെ, ഈ പ്രസ്ഥാനത്തെ എല്ലാം ദൈവം അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസിനെ ദൈവം ധാരാളമായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രയർ ലൈനിനകത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവരെ കർത്താവ് സൗഖ്യമാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക അമ്മണി ആൻറ്റിയെ ഓർക്കാം. അമ്മണി രാജു ആൻറ്റി വളരെ ശാരീരിക പ്രയാസങ്ങളിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് നോർമലായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ നമ്മുടെ ഓമന യോഹന്നാൻ ആൻറ്റി ശരീരത്തിൽ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ഷേർലി സിസ്റ്റർ വളരെ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന, ശാരീരിക അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ പേരുകളാണ് പറയുവാനിടയായത്. പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. അതുപോലെ നമ്മൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ആമേ സ്തോത്രം. ഗ്രേസ് മോളെ നമുക്ക് ഓർക്കാം. കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം, അവിടെ സ്പൈനൽ കോഡിനുണ്ടായ പ്രയാസത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കൊടുക്കണം. ജോതാമോനായി ഇനിയും ആ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടും കൂടാതെ അവൻ ആരോഗ്യമുള്ള കുഞ്ഞായി വളരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. അതുപോലെ അടിയൻ്റെ സഹോദരൻ്റെ പൈതൽ സ്തോത്രം പ്രിയ ജോയൽ മോനെ ഓർക്കാം. സ്തോത്രം. കർത്താവിനെ സഹായിക്കണം. പ്രത്യേകമായി പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനവും കൊടുക്കണം. അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ വയറിനകത്തെ എല്ലാ അസ്വസ്ഥതയും കർത്താവ് ആ കുഞ്ഞിനെയും വിടുവിക്കണം. അതുപോലെ
നമ്മൾ ആശിഷ് മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സ്തോത്രം ജോയൽ ജോൺസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരിലൊക്കെ കർത്താവ് പൂർണ്ണമായി വിടുതൽ കർത്താവ് കൽപ്പിക്കേണ്ടതിന് ഈ വിഷയത്തെ ഓർത്ത് ഒരാൾക്ക് വേഗത്തിൽ ചുരുക്കമായി പ്രാർത്ഥിക്കും. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, സമേതരാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഒരു പ്രാവശ്യം കൂടെ അപ്പച്ചന്റെ പാതപീഠത്തിലായിരിക്കാൻ തക്കോണം സ്വർഗത്തിലെ ദൈവവിടെയാക്കിയ ഈ സമയത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരെയും കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ദൈവിക സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ കർത്താവ് ഇവിടെ പറയപ്പെട്ട വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി പ്രത്യാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് സൗഖ്യവും ആരോഗ്യം ബലവും കൊടുത്തനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതി. അത് ഞങ്ങളുടെ അനുഭവമാണല്ലോ കർത്താവേ. ഈ പ്രഭാത കാലത്ത് കർത്താവ് പേര് പറയപ്പെട്ട കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് അമ്മണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറിയ നാളുകളായി ശരീരമായ പലവിധ പ്രയാസങ്ങളാൽ നിന്റെ ദാസി ഭാരപ്പെടുന്നല്ലോ ദൈവമേ. ദൈവത്തിന്റെ ദൃശ്യമായ ഈ പ്രഭാത കാലത്ത് വെച്ച് ഒരു പൂർണ്ണ സൗഖ്യം ദൈവം കൽപ്പിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥിക്കുന്ന നിറയുള്ള സമയം ഹാലി ചുമക്കാവെന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദാസിയെ സഹായിക്കുമാറാകണമേ. ആരോഗ്യം ബലവും കൊടുക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. പ്രത്യേക കർത്താവ് അവനെ യോഹന്നാൻ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദാസിയോട് കരുണ തോന്നുമാറാകണമേ. എല്ലാ ശരീരാസ്വസ്ഥലും പ്രയാസത്തിലും വിടുവിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഷേർലി സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദാസിയോട് കരുണ തോന്നുമാറാകണമേ. കർത്താവെ, എന്തെല്ലാം ശരീരത്തിന്റെ പ്രയാസമുണ്ടോ കർത്താവ് ഇതിലെല്ലാം ദൈവം ഒരു പൂർണ്ണ വിടുതല് കർത്താവെ ഹാലിൽ കൽപ്പിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം. ഗ്രേസ്മോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഗ്രേസ്മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലേലിയ. അതുപോലെ കർത്താവ് ശാരീരമായി ഭാരപ്പെടുന്ന കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം. ജോദാമോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ജോയൽമേന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവന്റെ വയറ്റിലുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നും കർത്താവ് ഒരു വിടുതൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ എടുക്കാനായി കുഞ്ഞാണല്ലോ കർത്താവ്. അവനെ സഹായിക്കുമാറാകണമേ. അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം തകാര ശക്തിയിൽ ദൈവം അവനെ വിടുവിക്കണം. ഒരു പൂർണ്ണ കർത്താവ് സൗഖ്യം അവന് കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്തോത്രം. കർത്താവ് ജോയൽ ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇവിടെ പേര് പറയപ്പെട്ട എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഈ പ്രഭാത കാലത്ത് ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ എല്ലാ ശരീരാസ്വസ്ഥലും പ്രയാസത്തിനും ദൈവം പൂർണ്ണമായിട്ടൊരു വിടുതൽ കൽപ്പിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ ഹാലേലിയ. ബന്ധുമിത്രാദികളുണ്ട്, പലരും ശാരീരമായി ഭാരത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ ഹാലേലിയ. അവരെയൊക്കെയും കർത്താവ് പ്രഭാത കാലത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദൃശ്യമായ കരം വെച്ച് കർത്താവ് പൂർണ്ണ വിടുതൽ കൽപ്പിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ അറിയാതെയും കർത്താവ് അനേകർ കർത്താവ് രോഗികളായി കർത്താവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. അനേകർ കർത്താവ് ഐസിയുവിലായിരിക്കുന്നുണ്ട് കർത്താവ്. അങ്ങനെയുള്ള ദൈവമക്കളെ എല്ലാവരും ഞങ്ങൾ ഈ പ്രഭാത കാലത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവത്തിന്റെ ദൃശ്യമായ കരം ഈ പ്രഭാത കാലത്ത് വെച്ച് എല്ലാവർക്കും ദൈവാശ്വാസം വിടുതൽ കൽപ്പിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലോട്ട് കർത്താവ് മുറ്റുമായിട്ട് ഈ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാട്ട് സ്തോത്രം. യേശു ക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു എന്നുള്ള വചനത്താൽ കർത്താവ് എല്ലാം സൗഖ്യമാക്കിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രിയ ഷാജിയങ്കണ്ണയും കഥാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന പിന്നെ ലൈസമ്മ എന്ന് പറയുന്ന പ്രിയ ലൈലാമ്മ ആൻറ്റിയുടെ ബന്ധുക്കാരത്തെ ഡൽഹിയിലായിരിക്കുന്ന പ്രിയ ഒരു ആൻറ്റിയുണ്ട്. ബിന്ദു ആൻറ്റി മറിയാമ്മ എന്നല്ലേ ആൻറ്റിയുടെ പേര്? മറിയാമ്മ ആൻറ്റി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരിക്കും. മറിയാമ്മ വർഗീസ് നോയിഡ. ശാന്തമ്മ വർഗീസ്. ശാന്തമ്മയാൻ്റെ നോയിഡയിൽ വളരെ സീരിയസ് ആയിട്ട് പ്രിയമാതാവായിരിക്കുന്നു. തന്നെ മക്കളെല്ലാം വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമാണ്. അവരെ നമുക്ക് ഓർക്കാം. ശാന്തമ്മയാൻ്റെ വിടുതലിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ വിടുതൽ ദേവദാസിക്ക് കൊടുക്കട്ടെ. അതുപോലെ തന്നെ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വിശേഷമാണ് ജ്ഞാനവും ബുദ്ധിയും ഓർമ്മശക്തിയും കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ സമയങ്ങൾ അടുത്ത് വരുന്നല്ലോ. ആരും രോഗികളായി തീരാതെ കർത്താവരെ വിടുവിക്കേണ്ടതിന് കുഞ്ഞുങ്ങളെ ഓർക്കാം. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇന്നത്തെ
ഇന്നത്തെ വിശുദ്ധ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാർത്ഥതയോടെ ആരാധനയ്ക്ക് ആലയങ്ങളിൽ കടന്നു വരുവാൻ ദൈവം സഹായിക്കുന്ന ഒരു വലിയ ആത്മീയ ഉണർവ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലൊട്ടാകെ ഒരു ആത്മീയ ഉണർവ് ഉണ്ടാകണം. ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികളെല്ലാം ദൈവസഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം കർത്താവ് വിടുവിക്കേണ്ടതിന് ഇന്നത്തെ വിശുദ്ധ ആരാധനയെ ഓർത്ത്, അതുപോലെ ശാന്തമയാൻ്റെയെ ഓർത്ത്, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഒരാൾക്ക് വേഗത്തിൽ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ കർത്താവേ, ഇന്നലെ രാവിലെ സമയത്തിനായി ഞങ്ങൾ നിലയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിലയെ വാഴ്ത്തുന്നതിന്റെ പാദപ്പെട്ട് കടന്നു വരുവാനും നിലയെ മോശപ്പെടുത്തുവാനും സ്വർഗം ഒരുക്കി തന്ന വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ, ഇന്ന് പകൽക്കാലം വീണ്ടും പ്രാർത്ഥനയോട് ദിവസമായിരിക്കാൻ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പിനിടയാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ദൈവത്തെ മോശപ്പെടുത്തുവാൻ കർത്താവ് അവസരം ഒരുക്കി ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ലജ്ജിച്ചു പോകേണ്ടയാകാതെ വണ്ണം ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങളുമായി കടന്നു വരുന്നു. സാനന്ദമ്മ വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാവ് ശരീരത്തിൽ ക്ഷീണതയായിരിക്കുന്നു. കർത്താവെ, പൂർണ്ണമായി വിടുതലും ആരോഗ്യം കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങളോട് ഇന്ന് പകൽക്കാലം പ്രഭാത സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രകാരം തന്നെ എക്സാമിനായിട്ട് തയ്യാറാകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും എന്റെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ കർത്താവ് ജ്ഞാനത്തോടെ കുഞ്ഞുങ്ങൾ എഴുതുവാനും ഒരു പഠിച്ച ഭാഗത്ത് തന്നെ കൊച്ചുങ്ങൾ വരുവാനും ഒക്കെ സ്വർഗപ്പടിയാക്കണമേ. ഏറ്റവും നല്ല വിജയത്തിന് കുഞ്ഞുങ്ങളൊക്കെ അവിടെ അവസരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാലം കർത്താവ്, നിന്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളുടെ ഒപ്പം പരീക്ഷാ ഹാളിൽ അവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് പൽക്കാലത്ത് ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പൽക്കാലം രാവിലെ ആരാധന ഉണ്ടല്ലോ. അതിനൊക്കെ കൂടെ സാന്നിധ്യവും കരുതലും ഉണ്ടായിരിക്കണമേ. വലിയ വിടുതൽ കർത്താവ് കണ്ട് സന്തോഷമടിയാക്കണം. വലിയൊരു ഉണർവ് ഞങ്ങളുടെ ഇന്ത്യയിൽ ഉണ്ടാകുവാൻ സ്വർഗമിടയാക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരവിനായി ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാനൊരു കാര്യം കൂടെ പറയുന്നു. ഞാൻ അങ്ങനെ ലെഫ്റ്റ് ആണ്. കാരണം എനിക്ക് ഇവിടുന്ന് 100-120 കിലോമീറ്ററുണ്ട്. ഒരു ആരാധനയ്ക്ക് ഞാൻ പോവുകയാണ് രാവിലെ. അതുകൊണ്ട് ഞാൻ ഇപ്പം 6:30 പുറപ്പെടും. പ്രാർത്ഥിക്കണം. ആ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. പിന്നെ സുവിശേഷത്തിന്റെ ബന്ധത്തിൽ മതപരിവർത്തനം ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശത്താണ് കടന്നു പോകുന്നത്. പ്രാർത്ഥിക്കണം. രാവിലെ ഇപ്പൊ പുറപ്പെട്ടാൽ മാത്രമേ എനിക്ക് 9:30 അവിടെ ചെല്ലുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. യാത്രയെ ഓർത്ത് നിങ്ങളെ സ്പെഷ്യൽ പ്രാർത്ഥന അതിനകത്ത് എക്സ്ട്രാ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആവശ്യം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ലെഫ്റ്റാണ്. അനുഗ്രഹിക്കണം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണം. നമുക്ക് പ്രാർത്ഥനയില് വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ച പ്രിയമുള്ള പ്രത്യേക നന്ദി ദിവസങ്ങളിൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യാത്രയിലെ കർത്താവിന്റെ സാന്നിധ്യം കൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയങ്കൾ പറഞ്ഞ വിഷയം കേട്ടല്ലോ. ആ വിഷയത്തെ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ ജയിലിലായിരിക്കുന്ന നമ്മുടെ എല്ലാ അഭിഷിക്തദാസന്മാരെയും കർത്താവ് വിടുവിക്കണം. കഴിഞ്ഞ ദിവസവും നമ്മുടെ രാജ്കുമാർ പാസ്റ്റർ ഹിയറിങ് വീണ്ടും അവർ മാറ്റുവാനിടയായി. ആ ദേവദാസന് എത്രയും വേഗത്തിൽ അതിൽ നിന്നൊരു മോചനം കൊടുക്കണം. പ്രിയ ആന്റിയും കുഞ്ഞുങ്ങളും മാനസികമായി വളരെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. കർത്താവ് കണ്ണുനീരിനെ മാനിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കേണ്ടതിന് നമുക്ക് ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ജയിലറയിൽ കഴിയുന്ന മുഴുവൻ ദേവദാസന്മാരും മോചിതരായി തീരണം. ജാർഖണ്ഡിൽ നിന്നും അതുപോലെ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുവാൻ, സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കുവാൻ ഒരു അനുഭവം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകണം. പീഡനങ്ങളിലൂടെ സഭ വളരുവാനും ദൈവം സഹായിക്കണം. കർവാപസി ചെയ്ത് പലരെയും പിന്മാറ്റുന്നെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തോടെ എല്ലാം വെളിപ്പെടണം. ദൈവത്തിന്റെ ഹിതം നിറവേറുവാനൊക്കെ ഇടയാക്കേണ്ടതിന് ഈ വിഷയങ്ങളെല്ലാം വഹിച്ച കഷ്ടത്തിലായിരിക്കുന്ന ദേവദാസന്മാരെ, ദേവസഭകളെ ഓർക്കാം. പ്രിയങ്കന്റെ യാത്രയെ ഓർക്കാം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ച ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും കാരുണ്യവാനുമായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഈശോപിച്ച ഹല്ലേലൂയ. രാത്രികാലം കിടന്നുറങ്ങി ആരോഗ്യത്തോടെ ബലത്തോടെ എഴുന്നേറ്റ് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത്രത്തോളം കർത്താവ് ആദരിച്ച് പരിപാലിച്ച് കർത്താവത്തിനൊന്നും കൂടാതുകൊണ്ട് കർത്താവിന്റെ ഉള്ളങ്കരത്തിൽ ഓരോരുത്തരെയും ദൈവം വഹിക്കുന്ന നന്മകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താപ്പച്ചാ, പ്രത്യേകിച്ച് ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. കിലോമീറ്ററുകൾ താണ്ടി കർത്താവെ കൂട്ടായ്മയ്ക്കായി കടന്നു പോകുന്ന കർത്താവെ, ദൈവമേ,
ദൈവദാസനോട് കരുണ മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെയുള്ള എല്ലാ പ്രയാസങ്ങളിലും ഭാരങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ച് ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപ ദൈവം അവിടുന്ന് കൊടുക്കുന്നതിനൊക്കെയായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവദാസന്റെ യാത്രയെല്ലാം നേരം ദൈവത്തിന്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിന്റെ കർത്താവെ. ആരാധിപ്പാനുള്ള കൃപ ദൈവം അവിടുന്ന് കൊടുക്കുന്നതിനൊക്കെയായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് നോർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ അവിടെ കഷ്ടത്തിലായിരിക്കുന്ന അനേക കർത്താവെ വിശ്വാസ കുടുംബങ്ങളെ കർത്താവെ, അനേക ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ ദൈവദാസന്മാരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ സ്വാതന്ത്ര്യത്തോടെ എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം അവിടുന്ന് കൃപയൊരുക്കുന്നതിനേക്കായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദേശത്തോട് ദൈവത്തിന് കരുണ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന് മനസ്സിലിവ് തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഷ്ടത്തിലായിരിക്കുന്ന കുടുംബങ്ങളോട് ദൈവത്തിന് കരുണ തോന്നുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ പലപ്പോഴും ദൈവനാമോടെ കർത്താവെ അടിച്ചമർത്തുമ്പോൾ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ മറുവശത്ത് കർത്താവെ ദൈവത്തിന്റെ നാമം ഉയരുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ദൈവമേ പ്രതിജനായിക്കുമാർ കർത്താവെ. ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വേഗത്തിലാക്കി ഇറങ്ങിയൊക്കെ നടന്ന് കർത്താവെ ആ ദേവദാസന് ജാമ്യം ലഭിച്ച് കർത്താവ് പുറത്തു വരുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഹല്ലേലൂയ കുടുംബത്തോട് ദൈവത്തിന് കരുണ എന്ന് പറയണമേ. മാനസികമായിട്ടൊന്നും തളർന്നു പോകാൻ ദൈവം അനുവദിക്കാതെ കുടുംബത്തോട് ദൈവത്തിന് മനസ്സിൽ തോന്നി പറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ കർത്താവെ ആ ദേവദാസനൊരു വിടുതല ദൈവം അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ജലതോറ് ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. അവരൊക്കെ കർത്താവെ ഹല്ലേലൂയ പുറത്തു വരുവാൻ എൻ്റെ ദൈവത്തിന്റെ നാമത്തിൽ കർത്താവെ പുറത്തു വരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഞങ്ങളുടെ കൂട്ടായുള്ള പ്രാർത്ഥന ദേശത്തൊക്കെ കർത്താവെ വലിയ വിടുതലിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കുടുംബങ്ങളോടൊക്കെ ദൈവത്തിന് കരുണമേ, തലമുറകളോട് ദൈവത്തിന് കരുണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ ദൈവത്തിന്റെ നീതി ആ ദേശത്ത് ദൈവം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത്തിലായിരിക്കുന്ന അനേക ദൈവസഭകളെ ദൈവം പിടിപ്പിച്ചെടുക്കുമാറാകണമേ. സ്വാതന്ത്ര്യത്തോടെ എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ പ്രാർത്ഥന വന്ന കുറവുകളെ കർത്താവ് ക്ഷമിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കുമാറാകണമേ. ആമേൻ 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് ആമേൻ. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവാത്ഭുതം പ്രവർത്തിക്കുന്നതിനായി, കർത്തൃദാസന്മാരെ ദൈവം മോചിപ്പിക്കുന്നതിനായി, ദേവദാസന്റെ യാത്രയെ കർത്താവിന്റെ കൃപ കൂടിയിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച ലിബിൻ സിസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ അത് പറയാവുന്നതാണ്. പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. സിസ്റ്റർ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മോന് കഴിഞ്ഞ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പ്രവീണിന് നന്മ ദൈവവിധമാണ് അവൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്കുള്ള പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവനൊരു വിടുതലിന് വേണ്ടി ആരാധന കടന്നു പോകാൻ വേണ്ടി മക്കളുടെ പ്രാർത്ഥന വീണ്ടും ചോദിക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? സിസ്റ്ററെ കുഞ്ഞമ്മയാണ്. റോബിന് വേണ്ടിയിട്ടാണ്. റോബിന് ദുബായിലാണ്. പനിയുടെ അസ്വസ്ഥയോ ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ റേച്ചിൽ ആണ്. അനിയത്തിയുടെ മൊബൈലിൽ നിന്നാ കയറിയത്, അതുകൊണ്ട് ചാർജ് ഇല്ലാഞ്ഞുകൊണ്ട്. പ്രത്യേകിച്ച് ആൽബിമോനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണേ. അവന്റെ ഫുൾ ടൈം ജോലിക്ക് വേണ്ടി കുഞ്ഞ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആൻറ്റി, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എൻ്റെ വസ്തുവിൻ്റെ അളവിന് ഇതുവരെ അവരാരും വന്നതുമില്ല, ഒന്നും ആയിട്ടില്ല. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് വന്ന് അളന്നു തരുന്നതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവരുടെ ഓരോ ആവശ്യങ്ങൾ നടക്കാനുണ്ട്, അതിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. അയച്ച പേപ്പർ ഇതുവരെ ഇങ്ങ് നാട്ടിൽ വന്നിട്ടില്ല, എവിടാണെന്ന് പോലും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നതിനും കൂടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം. എനിക്കും ശരീരമായിട്ട് ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കാം ആൻറ്റി, പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വിഷയങ്ങളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികളെ ഓർക്കാം. കർത്താവ് അവരെല്ലാം സൗഖ്യമാക്കേണ്ടതിന് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനാഥ ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗീയ നല്ല പിതാവേ, എത്രത്തോളം സമയം വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ യാത്രകളിൽ പോക്കിലെ വരവിലെ ദൈവരെ സൂക്ഷിക്കുന്ന തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാൻ കഴിയാതെ
കൂടാതെ പോഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ സ്വർഗം അനുഗ്രഹിക്കണം. ആത്മീക, ഭൗമിക, ശാരീരിക, മാനസിക മേഖലയിലെല്ലാം സ്വർഗത്തിലെ അപ്പം തന്റെ വിടുതലയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മെരിമാത്തിയായ ആന്റിക്കായി കുടുംബമായി തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പ്രവീണിനായി അവനായി ഇന്റർവ്യൂ കഴിഞ്ഞ കർത്താവെ, തിരഹിതമാണെങ്കിൽ ആ ജോലി ആ കുഞ്ഞിന് ലഭിക്കണം. എത്രയും പെട്ടെന്ന് അവന്റെ മുൻപിൽ ഒരു വാതിൽ തുറക്കണം. ആന്റിയുടെ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന്മേലെല്ലാം മറുപടി അയക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞമ്മ ആന്റിയുടെ റോബിയെ ഞങ്ങൾ ഓർക്കുന്നു. റോബിനെ പനിയാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. കർത്താവെ, ഹല്ലേലൂയ. അമേരിക്കയിലെ വ്യാപിച്ച ഫ്ലോറിഡ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് പടരുന്നു. ഒത്തിരി പ്രിയപ്പെട്ട ഒരു രോഗികളും ബലഹീനരുമായി തീരുന്നുണ്ട് കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ തനിയെയും ഒറ്റയ്ക്കുമൊക്കെ റൂമുകളിലുള്ള കുഞ്ഞുങ്ങളാണ്. തണുപ്പിന്റെ കാഠിന്യമുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ആർക്കും ഒരു ദോഷം കൂടാതെ ഓരോ ദിവസം ഇവരെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റേഷ്യൽ വിശിഷ്ട ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുടുംബമായി ദൈവം അനുഗ്രഹിക്കുന്ന ആൽവിമോന് ഫുൾ ടൈം ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി കുഞ്ഞിന് നാളെ കൊടുക്കണം. ആരാധന സ്വാതന്ത്ര്യമൊക്കെ അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയാക്കണമേ. കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുവാൻ കുഞ്ഞിന് ദൈവം ഇടയാക്കണം. അവൻ്റെ ഭാവിയെ ഏറ്റവും ധന്യമാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബീന ഉണ്ണികൃഷ്ണനായി പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരി, ദൈവം അനുഗ്രഹണം. അസംബന്ധമാകുന്ന വിഷയത്തിന്മേൽ ഒരു ക്രമീകരണം വരേണ്ടതുണ്ട് കർത്താവെ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് അവരുടെ പേരിൽ അത് പതിച്ചു നൽകുക. സ്വർഗ്ഗം അവരോട് ഇടപെടുന്ന സഹോദരങ്ങളുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നത് പോലെ തന്നെ കർത്താവെ, നന്ദിയോട് സ്തുതിക്കണം. ബിനിയാന്റിക്കായി ഷാജി അംഗനായ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അങ്കിലും മോന് സ്നാനപ്പെടുവാൻ ദിവസങ്ങളിൽ ഇടയാക്കണമേ. ആന്റി ശാരീരികമായി പനിയാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവെ, പൂർണ്ണമായി വിടുതൽ കൊടുക്കണമേ. ആരൊക്കെ രോഗത്താൽ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ഈ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അവരെല്ലാം കർത്താവ് സൗഖ്യമാക്കണം. അടിപ്പിണരാലുള്ള വിടുതൽ കൽപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നത് പോലെ ലോകരാജ്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന യുദ്ധത്തിന്റെ മുൻമുനയിൽ നിൽക്കുന്ന അമേരിക്ക, റഷ്യ, ഇറാഖ്, ഇറാന് കർത്താവ്, എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പാലസ്തീൻ, ഇസ്രായേലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്കായി, ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങളൊക്കെ ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി കർത്താവെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന കർത്താവ് ഇതിനെല്ലാം വിടുവിക്കുമാറാകണമേ. രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ഭരണാധികാരികളോട് ഇടപെടുമാറാകണമേ. ഓരോ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരോടും ദൈവം ഇടപെടുമാറാകണം. രാജ്യത്തിന്റെ ഭരണാധികാരികളെ ദൈവം നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും ഒക്കെ രാജ്യങ്ങളിൽ ഉണ്ടാകട്ടെ കർത്താവെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, അതുപോലെ ഇന്ന് പകൽക്കാലം നടക്കുന്ന വിശുദ്ധ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീരണം. ആക്സിഡന്റുകളും കൊലപാതകങ്ങളും ഒക്കെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കർത്താവെ പെരുകി വരുന്നു. കൗമാരക്കാരുടെ കർത്താവെ കൊലപാതകങ്ങൾ, ആത്മഹത്യകളൊക്കെ നടക്കുന്ന കർത്താവെ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്ന പാഞ്ഞയുടെ തലമുറകളെല്ലാവരുടെ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവരായിരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ കടന്നു പോകുന്ന മേഖലകളിൽ ദൂതന്മാരുടെ കാവലുണ്ടാകണമേ. അവരെ കാലിടറുവാൻ അനുവദിക്കല. ദുഷ്ടനവരെ കാലുകൾക്ക് വലവിരിക്കുവാൻ അനുവദിക്കല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, അവർ ശ്വസിക്കുന്ന വായു പോലും ശുദ്ധീകരിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും കൽപ്പിക്കുന്ന കർത്തൃദാസൻ ആമേൻ സംഭാഷണ കേരളത്തിലായിരിക്കുന്ന ദാസനെ മാനിക്കണം. ആവശ്യത്തിന് വേണ്ടി കടന്നുപോയോ അത് സാധിച്ച സന്തോഷത്തോടെ മടങ്ങി വരുന്ന ശുശ്രൂഷയിലൊക്കെ ദൈവം മാനിക്കണമെന്ന് പോൽക്കാലം ഏത് ചർച്ചിലാണ് കർത്തൃദാസൻ വചനം ശുശ്രൂഷിക്കുന്ന വലിയ ആത്മീയ വിടുതൽ ഉണ്ടാകണം. ജനത്തിന് വിടുതലായി കർത്താവെ, ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കണം. ആന്റിയ കുഞ്ഞുങ്ങളെ ആയിരിക്കുന്നിടത്ത് സൂക്ഷിക്കണം. തണുപ്പിന് പ്രയാസങ്ങളൊന്നും ആരെയും കർത്താവ് അസ്വസ്ഥമാക്കുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്തോത്രമടിയങ്ങളെയും കുടുംബമായിട്ട് ഏൽപ്പിക്കുന്ന തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടയങ്ങളെ മുറ്റുമാനം ഗ്രഹിച്ചാട്ട് കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് നല്ല ഭാവി ഒരുക്കണമേ. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വർഷം ഈ നാളുകളിൽ തന്നെ അനുയോജ്യമായ തുണകളെ ഒരുക്കണമേ. അതിനായി ദേവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കും. എത്രത്തോളം കർത്താവ് പ്രാർത്ഥന ലീഡിയുവാൻ ബലപ്പെടുത്തിയതിനായി നന്ദി. വചന ശുശ്രൂഷിക്കുവാൻ കർത്താവിന്റെ ദാസൻ ഷാജ്ഭരതനെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണം. വിശുദ്ധ സഭായോഗത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയെല്ലാം കേട്ടതിനായ സ്തോത്രം, മഹത്വം ബലപ്പെടുത്തതിനായ സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദേവദാസനോടും കുടുംബത്തോടും ഉള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് യാത്രയിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടെയിരുന്നു. പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും ഉള്ള നന്ദിയെ ദൈവസഭയിൽ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ജെൻ സിസ്റ്റർ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ദൈവം സഹായിച്ചുവല്ലോ. ഇന്നത്തെ മധ്യസ്ഥ പ്രവർത്തനം ലീഡ് ചെയ്യുവാൻ സഹോദരിയെ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിനങ്ങളിലും
വളരെ ശക്തമായി കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയല്ലോ. തുടർന്നുള്ള അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാം. അനേക ദൈവദാസന്മാർ, ശക്തന്മാരായ ദൈവഭൃത്യന്മാർ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് കഴിഞ്ഞ 382 ദിവസങ്ങളിലും വചനം സംസാരിച്ചിട്ടുണ്ട്. അവയെല്ലാം നമ്മുടെ ജീവിതത്തിന് വിടുതലായി തീരട്ടെ. വചനം കേട്ട് നാം മറന്നു പോകുന്നവരാകരുത്. അവ നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗികമാക്കി തീർക്കാൻ തൊക്കെ ഇടയാകുമാറാകട്ടെ. പ്രിയ ജെന്നിസ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ബെൻസൺ മാസ്റ്റർ നാട്ടിലായിരിക്കുന്നുവല്ലോ. ചില ശുശ്രൂഷകളും മിനിസ്ട്രി എല്ലാം അവിടെയുണ്ടല്ലോ. അതെല്ലാം ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് തന്റെ ഭൃത്തിനെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോട് കൂടിയായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വചനഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേത്രമാകുന്നു. അവിടെ ഗുൽഗുലും ഗോമേതവുമുണ്ട് എന്ന് നാം അവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നദിയുണ്ട്. ആ നദി ഇന്ന് ഇവിടെ ഒഴുകുകയാണ്. നാം ഇരിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ആ നദി ഒഴുകി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഇന്ന് പ്രഭാതത്തിൽ സഹായിക്കും, അനുഗ്രഹിക്കും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പിശാചിന് നിന്നെ ഇഷ്ടമല്ല. കാരണം നീ സ്തോത്രം പറയുന്നു, നീ ദൈവത്തെ ആരാധിക്കുന്നു, നീ മഹത്വപ്പെടുത്തുന്നു, നീ കൈയടിക്കുന്നു. അതുകൊണ്ട് പിശാചിന് നിന്നെ ഇഷ്ടമല്ല. എന്നാൽ ഹല്ലേലൂയ, നീ ഒച്ച വെച്ചാൽ ദൈവത്തിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. കാരണം ആമേൻ, നീ അവന്റെ രക്തത്തിന്റെ വിലയാണ്. നീ കൈയടിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? ഈ 2026 വിജയത്തിന്റെ വർഷമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആമീൻ. ജയഘോഷമുള്ളവർ, ജയം പ്രാപിച്ചവർ കർത്താവിനെ സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം. സങ്കീർത്തനം 20:5 നാം വായിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ആമേൻ. ജയഘോഷമുള്ളത് കൊണ്ട് ഞാൻ യഹോവയുടെ നാമത്തിൽ എന്റെ കൈകളെ ഉയർത്തുമെന്ന് നാം അവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. തോറ്റവരാണ് കൊടി താഴ്ത്തി കെട്ടുന്നത്. ജയിച്ചവരുടെ കരങ്ങൾ എപ്പോഴും ഉയർന്നിരിക്കട്ടെ. കൊടി പൊക്കിക്കെട്ടുവാൻ തക്കവണ്ണം ഇടയാകുമാറാകട്ടെ. യെശയ്യാവ് 31:9 നാം വായിക്കുന്നു: അശൂരിന്റെ പ്രഭുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ശത്രു നടുങ്ങിപ്പോകും. എപ്പോഴാണ് ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ശത്രു ലജ്ജിച്ചു പോകാൻ തക്കണം ഇടയായിത്തീരും. ശത്രു ഒരുക്കിയതായ പദ്ധതികൾ തകർന്നു പോകും. ഹല്ലേലൂയ. ദൈവ മക്കളുടെ ആമേൻ നന്മകൾ അപഹരിപ്പാൻ ശത്രുവിന് ഇടയാവുകയില്ല. ഇവിടെ നാം വായിക്കുകയാണ്: ഏദൻ തോട്ടത്തിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു. ഹല്ലേലൂയ. അത് 4 ശാഖയായി പിരിഞ്ഞു. സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യന് വേണ്ടി മനോഹരമായ ഒരു തോട്ടം സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കുന്നതായിട്ടാണ് 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 3-ാമത്തെ ദിവസത്തെ സൃഷ്ടിയില് നല്ല ഫലവൃക്ഷങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതും അവ നല്ലത് എന്നും ദൈവം കണ്ടതാണ്. എന്നാൽ ഇവിടെ ഇത് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം വേറെ ഒരു സ്പെഷ്യൽ തോട്ടം ഉണ്ടാക്കി. അത് ആ ഏദൻ തോട്ടത്തില് അവനെ കൊണ്ട് എന്നാക്കി ചില സ്പെഷ്യൽ വിഭവങ്ങള്, നല്ല നല്ല വൃക്ഷങ്ങള്, മേത്രമായത് വീണ്ടും അവിടെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, ഹല്ലേലൂയ. ആദാമിന്റെ ആ മനോഹരമായ ആ വൻമാളിക ഒന്ന് ആലോചിച്ച് നോക്കിയും. അവന് വലിയൊരു വീട്, കെട്ടിടം അവിടെ ഇല്ല. പക്ഷേ അവന്റെ വീട് വളരെ മനോഹരമായിരുന്നു. അവന്റെ ഡൈനിങ് റൂമും അവന്റെ കിച്ചണും അവന്റെ ബെഡ്റൂമും എല്ലാം ഓരോരോ വൃക്ഷങ്ങളുടെ ചുവടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സന്തോഷപ്രദമായ അവസ്ഥയിൽ ഹല്ലേലൂയ ആ തോട്ടത്തെ നനയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു നദിയെ പുറപ്പെടുവിച്ചു. ഒരു നദി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 നദിയല്ല, ഒരു നദി 4 ശാഖയായിട്ട് പിരിഞ്ഞതാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു ഒരു നദിയുണ്ട്. സങ്കീർത്തനക്കാരനും ആ നദിയുടെ പേര് മനസ്സിലായില്ല. ഒരു നദി ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ നദി എന്ത് എന്ന് വെളിപ്പെടുത്തി. അത് പരിശുദ്ധാത്മാവാണ്. ദൈവസഭയെ നനയ്ക്കുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്ന 4 നദികളിലും നാം കാണുവാനായിട്ട് കാണുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നദി ആമേൻ നാം വായിക്കുന്നു. 1-ാം നദിക്ക് പീശോൻ എന്ന് പേർ. പീശോൻ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളച്ചാട്ടം എന്നാണ്. വെള്ളച്ചാട്ടം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുമുഴക്കത്തോടുകൂടെ
ഹാലേലിയ മർക്കോസിന്റെ മാളികമുറി ഇറങ്ങി വന്നതിനെ അത് കാണിക്കുകയാണ്. ഹാലേലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഹാലേലിയ എത്രയോ ശ്രേഷ്ഠകരമാണ്. അതെ, അത് വെള്ളച്ചാട്ടത്തിന് തുല്യമാണ്. ഹാലേലിയ. എന്നാൽ അത് നോക്കി ആ പീശോൻ നദി ഒഴുകുന്നത് എങ്ങോട്ടാണ്? അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഹവീല എന്ന വാക്കിന്റെ അർത്ഥം വേദനയുടെ സ്ഥലം എന്നാണ്. പരിശുദ്ധാത്മാവ് വേദനപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ ചുറ്റി പരിപാലിക്കുന്നു. ഹാലേലിയ. അത് ഹവീല ദേശത്തിൽ കൂടെ ഒഴുകുകയല്ല, പിന്നെയോ ഹവീല ദേശം ചുറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ വേദനയോടെ, നെടുവീർപ്പോടെ, കരച്ചിലോടെ, ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ട് കടന്നു പോകുകയല്ല, നിന്നെ ചുറ്റി അത് പരിപാലിക്കും. ഹാലേലിയ. നിന്റെ വേദനയുള്ള സ്ഥലത്തു കൂടിയാണ് പരിശുദ്ധാത്മാവ് ഒഴുകുന്നത്. പരിശുദ്ധാത്മാവ് നിന്നെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അനുതാപത്തിലേക്കും കണ്ണുനീരിലേക്കും മനുഷ്യഹൃദയത്തെ ചിരിക്കുന്നതായ ഒരു അനുഭവമാണിത്. ഹാലേലുയ. നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. ഹാലേലുയ. ഈ ഹവീല ദേശത്തൂടെ അത് ഒഴുകുമ്പോൾ അവിടെ നാം വായിക്കുന്നു, അവിടെ പൊന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ. വളരെ വിലയേറിയ വിശ്വാസത്തെയാണ് പൊന്ന് കാണിക്കുന്നത്. ഇവിടെയുള്ള പൊന്ന് മേത്തരമാകുന്നു, വീണ്ടും ഊതിക്കഴിപ്പാൻ അതിന് ആവശ്യമില്ല. അതുപോലെ പെർഫെക്റ്റ് ഗോൾഡാണ് എന്നാണ് നാം കാണുന്നത്. ഹാലേലുയ. ഈ പൊന്ന് വിലയേറിയ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പരിശോധനകളും വേദനകളും ഭാരങ്ങളും വിലയേറിയ വിശ്വാസത്തിലേക്ക് നമ്മൾ നടത്തുവാൻ തക്കണം ഇടയായിത്തീരും. ഈ യോബിന്റെ ജീവിതം നോക്കിക്കേ. ഹാലേലിയ. മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ജീവിതത്തിലെ എല്ലാ മേഖലകളും നഷ്ടപ്പെട്ടു. ഹാലേലിയ. എല്ലാം തകർന്നവനായി അവൻ ഇരുന്നു. എന്നാൽ ഹാലേലുയ 37 അധ്യായങ്ങളിലും ദൈവം പോലും അവനോട് ഇടപെടുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഒരു 38-ാം അധ്യായം ഉണ്ട് കേട്ടോ. 38-ാം അധ്യായത്തിൽ ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി എന്ന് നാം കാണുകയാണ്. ഹാലേലിയ. അത് ദൈവമക്കൾ, ചില നാളുകൾ നമ്മുടെ ദൈവം നമ്മോട് സംസാരിച്ചില്ല എന്ന് വെച്ച് നീ ഭാരപ്പെടേണ്ട. നമ്മുടെ ദൈവം മരിച്ചു പോയിട്ടില്ല. ഹാലേലുയ. എന്നാൽ അവൻ ഈ ഹാലേലിയ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വെളിപ്പെട്ട് സകലതും ഇരട്ടയായി മടക്കത്തേർന്ന ദൈവമാണ് എന്ന് പ്രഭാതത്തിൽ അറിഞ്ഞുകൊള്ളണം. അവിടെ പൊന്നുണ്ട്. പൊന്ന് വിലയേറിയ വിശ്വാസത്തെ കാണിക്കുന്ന പരിശോധനകളുടെ നടുവില് നമ്മുടെ വിശ്വാസം പോയി പോകാൻ തക്കണം ഇടയായി തീരരുത്. ഹാലേലിയ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് സഹായിക്കുമാറാട്ടെ. പ്രതിസന്ധികൾ കടന്നു വരാം, പരിശോധനകൾ കടന്നു വരാം. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, മത്തായി 7 നാം വായിക്കുന്നുണ്ടല്ലോ. ഹാലേലിയ. വൻമഴ ചൊരിഞ്ഞു, ആമേൻ. നദി ഹാലേലിയ പൊങ്ങി, ആമേൻ. അവിടെ നാം വായിക്കുന്ന കാറ്റ് ആ ഭവനത്തിന് മേൽ അലച്ചു, എങ്കിലും അത് ആമേൻ പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല. അത് ദൈവമക്കളെ, ഹാലേലുയ. കൊടുങ്കാറ്റുകൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം, വെള്ളം ഉയരാം, മഴ വരാം, കാറ്റടിക്കാം, പക്ഷേ നീ വീഴുകയില്ല. ഹാലേലിയ. കാരണം നിന്റെ വിശ്വാസം പൊന്നിനെ പോലെ ഉറപ്പുള്ളതാണ്, വിലയേറിയതാണ് എന്ന് നാം അവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നാം വീണ്ടും വായിക്കുന്നു, ഹാലേലിയ. അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഗുൽഗുലുവും ഗോമേദവും ഉണ്ട് എന്ന് വായിക്കുന്നു. ഹാലേലിയ. ഗുൽഗുലു അതൊരു സുഗന്ധ വസ്തുവാണ്. ആമേൻ. ഹാലേലിയ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഹാലേലുയ, ഗുൽഗുലു ഒരു സുഗന്ധ വസ്തുവാണ്. അതിനോട് ചേർത്ത് ഹൽബാന പശയും ഉപ്പും ചേർത്ത് ആലയത്തിൽ കൊണ്ടുവരണമെന്ന് നാം അവിടെ കാണുന്നു. അത് ആരാധനയെ കാണിക്കുകയാണ്. ഹൽബാന പശ സഹോദര സ്നേഹത്തെ കാണിക്കുകയാണ്. അതിനോട് ചേർത്ത് ഉപ്പ് ചേർക്കണം. ഉപ്പ് ദൈവകൃപയെ കാണിക്കുകയാണ്. ഹാലേലുയ്യ. ഹാലേലി. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പില് ഹാലേലിയ ഗുൽഗുലു പോലെ ഹാലേലിയ ഒരു സുഗന്ധമായി തീരേണ്ടതിന് വേണ്ടി കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഹാലേലിയ. നമ്മുടെ ജീവിതം ഏതവസ്ഥയിലും കർത്താവിന് പ്രസാദകരമായി തീരുമാറാകട്ടെ. അതിനോട് ചേർത്ത് ദൈവസ്നേഹവും ദൈവകൃപയും ഹാലേലിയ അതുപോലെ തന്നെ സഹോദര സ്നേഹവും ചേർത്ത് ആരാധനയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് കടന്നു വരുമ്പോൾ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകുന്നത്. ഹാലേലുയ. അവിടെ പൊന്നുണ്ട്, അവിടെ ഗുൽഗുലും ഗോമേദവും ഉണ്ട്. ഗോമേദക മധ്യസ്ഥ പ്രാർത്ഥന കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ ദൈവമക്കൾ, ഹാലേലിയ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാലേലിയ. അതാണല്ലോ ജെനിസിസിൽ കൂടെ നാം അരമണിക്കൂർ സമയം ഹാലേലിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആഗ്രഹമാണ് തന്റെ കുഞ്ഞുങ്ങൾ ദേശത്തിന് മുതൽ കെട്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഹാലേലുയ. അവിടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന എങ്കിൽ മാത്രമേ അതെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയൂ എന്നുള്ളതാണ് ഹാലേലിയന്റെ പ്രത്യേകത. ഹാലേലിയ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഹാലലി അവിടെ പൊന്നുണ്ട്. അമേൻ. ഹാലലി തോട്ടത്തിൽ പൊന്നുണ്ട്, പക്ഷേ വാമേൻ അനേകം നന്മകൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് അനുഭവിപ്പാൻ കഴിയാതെ വണ്ണം ശത്രുവായവന്റെ പ്രവർത്തികളെ കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്മായേലിന്റെ മക്കളിൽ ഒരുവനായ കേദാർ ഹാലേലിയ അവൻ തന്റെ സൈന്യത്തോട് അവന്റെ മക്കളോട് തലമുറകളോട് ചേർന്ന് ഹാലേലിയ ഈ ഹവീല ദേശത്തിൽ വന്ന് അവൻ വഴിയില് പതിയിരിക്കുന്നതായിട്ട് കുടിയേറിയിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഹാലേലിയ അവൻ കുടിയേറിയിരിക്കുന്നത് എവിടെയാ? ഹവീല ദേശത്ത്. ഹവീല ദേശത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ പൊന്നുണ്ട്. അപ്പോൾ വിലയേറിയ നന്മകൾ എവിടെയുണ്ടോ, അനുഗ്രഹങ്ങൾ എവിടെയുണ്ടോ, വാഗ്ദത്തങ്ങൾ എവിടെയുണ്ടോ, നാം അനുഭവിക്കേണ്ടതായ അനുഭവങ്ങൾ എവിടെയുണ്ടോ, അവയ്ക്ക് എതിരായിട്ടാണ് കേദാരി ശക്തികൾ ഹാലേലിയ കുടിയേറി പാർക്കുന്നത്. കേദാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇരുട്ട് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നും ഇങ്ങനെ ഇരുട്ട് അവിടെ കുടിയേറുവാൻ തക്കണം ഇടയാവുകയില്ല കേട്ടോ. ഹാലേലുയ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ സന്തതിയായി ഒരുവൻ പുറപ്പെട്ടു വന്നു. അവൻ ഇരുട്ടുള്ള ദേശത്ത് മരണനിരയിൽ ഇരുന്നവർക്ക് വെളിച്ചം പ്രകാശിപ്പിച്ചു കൊടുത്തു. ഹാലേലിയ. അതെ ദൈവമക്കളെ, എന്നും ഹാലേലി ഇങ്ങനെ വഴിയടഞ്ഞ് കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ഹാലേലിയ. നാട്ടിലെല്ലാം കണ്ടിട്ടില്ലേ, വഴി ഉപരോധിച്ചുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഹാലേലിയ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്ത് നീക്കും, ഇല്ലേ? ഹാലേലിയ. അതുപോലെ നമ്മുടെ നന്മകൾക്ക് എതിരെ വഴിയടിച്ച് കുടിയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു പ്രഭാത സമയമാണിത്. ഹാലേലിയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹാലേലുയ. നിന്റെ വഴി ഇനി ഓപ്പൺ ആയി കേട്ടോ. ഇനിയും ഹാലിൽ നീ ചഞ്ചലിച്ചിരിക്കണ്ട. ആമേൻ. ദൈവം നിനക്ക് നന്മകളുടെ വഴികളിൽ 2026 തുറന്നു തരുവാൻ പോവുകയാണ്. ഹാലേലിയ. ദൈവത്തിന്റെ നന്മകൾ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ നദി ഏതെങ്കിലും തുടർന്ന് പുറപ്പെട്ട ഒന്നാമത്തെ നദി പീശോനാണ്. രണ്ടാമത്തെ നദി നാം അവിടെ വായിക്കുന്നത് ഗീഹോൻ നദിയാണ്. ഗീഹോൻ എന്ന വാക്കിന്റെ അർത്ഥം കൃപയുടെ താഴ്വര എന്നാണ്. ദൈവമാത്മാവിനെ പകരുന്നത് ഉയർന്ന സ്ഥലങ്ങളല്ല, പിന്നെയോ താഴ്മയുള്ള സ്ഥലങ്ങളിലാണ്. കൃപയുടെ താഴ്വര. ഹാലേലിയ. നമ്മുടെ യോഗ്യതയുടെ മാനദണ്ഡത്തിലല്ല കേട്ടോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്, പിന്നെയോ നമ്മുടെ താഴ്മയിലാണ്. കൃപ. ഹാലേലുയ. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹാലേലുയ. ഈ ഗീഹോൻ നദി ഒഴുകുന്നത് നോക്കിക്കേ. അത് എങ്ങോട്ടാണ് ഒഴുകുന്നത്? നാം അവിടെ വായിക്കുന്നു, രണ്ടാം നദിക്ക് ഗീഹോൻ എന്നിവർ അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. കൂശ് ദേശമാണ് അത് ചുറ്റുന്നത്. കൂശ് എന്ന വാക്കിന്റെ അർത്ഥം കരിഞ്ഞ, കരുവാളിച്ച എന്നാണ്. ഹാലേലിയ. കരിഞ്ഞിരിക്കുന്ന, കരുവാളിച്ചിരിക്കുന്ന, ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നതായ അനുഭവങ്ങളുള്ള സ്ഥലത്തുകൂടെ ഈ കൃപയുടെ താഴ്വരയിൽ കൂടെ ദൈവാത്മാവ് ഇറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും ദൈവകൃപ അവരെ പരിപാലിച്ച് സൂക്ഷിച്ച വിധങ്ങൾ 2 കൊരിന്ത്യർ 8-ാം അധ്യായം വായിക്കുന്നുണ്ടല്ലോ. അതെ ദൈവമക്കളെ, കരിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം, കരുവാളിച്ച അനുഭവങ്ങൾ ഉണ്ടാകാം, ഇനിയും മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങൾ കാണാം. എന്നാൽ പരിശുദ്ധാത്മാവ് കൃപയാൽ നിന്നിലേക്ക് ഇറങ്ങി വരികയാണ്. ഹാലേലുയ. ഹാലേലിയ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് പകരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലേലിയ. ഗീഹോൻ നദിക്ക് ശേഷം നാം കാണുന്ന മൂന്നാമത്തെ നദി, അതിന്റെ പേര് ഹിദ്ദേക്കൽ എന്നാണ്. ഹിദ്ദേക്കൽ എന്ന വാക്കിന്റെ അർത്ഥം ഉഗ്രശബ്ദം അല്ലെങ്കിൽ ഗർജനം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലേലിയ. പരിശുദ്ധാത്മാവ് ഹാലേലിയ ഭാഷണത്തോടുകൂടെ ആമേൻ മാളികമറിൽ ഇറങ്ങി വന്ന അനുഭവത്തെ അത് കാണിക്കുകയാണ്. ഹാലേലിയ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആമേൻ ഹാലേലുയ നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവാത്മാവ് നമ്മിൽ കൂടെ പ്രവർത്തിക്കുന്ന അനുഭവങ്ങളെ അത് കാണിക്കുകയാണ്. കുതിച്ച് നൃത്തം ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് അത് കാണിക്കുന്നത്. ദാവീദ് ഹാലേലിയ ആമേൻ പെട്ടകത്തിന്റെ മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്തതുപോലെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹാലേലിയ. കുതിച്ച് നൃത്തം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമാറാകണം. ദാവീദിനോട് ചോദിച്ചാൽ അവൻ പറയും, ഹാലേലിയ എന്നെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കൊണ്ടുവന്ന രാജാവാക്കിയതാണ്. ഹാലേലിയ. മീകൾ പറയും, നീ എന്താണ് കാണിക്കുന്നത് ദാവീദ്? നീ രാജാവായിരുന്നിട്ടും നീ എന്തായി കാണിക്കുന്നത്? ഹാലേലൂയ. പക്ഷേ ദാവീദ് പറയും, ഞാൻ ആട്ടിൻകൂട്ടത്തിന്റെ നടുവിൽ നിന്നും എന്നെ കൊണ്ടുവന്ന ദൈവം ജീവിക്കുന്നു. നിന്റെ അപ്പൻ ശൗലിനെ ദൈവം കൊണ്ടുവന്നത് കഴുതകളുടെ കൂട്ടിൽ നിന്നുമാണ്, എന്നെ കൊണ്ടുവന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്നുമാണ്. ഹാലേലിയ. എനിക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന്. ഹാലേലിയ.
അതെ കുതിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ട്. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം മുൻപോട്ട് കടന്നു പോകുന്നുവല്ലോ. 4ാമത്തെ നദിയുടെ പേര് ഫ്രാത്ത് എന്നാണ്. ഫ്രാത്ത് എന്ന നദിയുടെ അർത്ഥം ഫലവത്തായ താഴ്വര എന്നാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആത്മീക ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കേണ്ട അനുഭവങ്ങളാണ് എന്ന് ഇത് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലെല്ലാം പ്ലാവുണ്ടല്ലേ? ഹല്ലേലൂയ. വരിക്കപ്ലാവും കൂഴപ്ലാവും ആമേൻ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഫലം കൊണ്ട് മാത്രമേ തിരിച്ചറിയാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതെ, ഫലം കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും. നാം വിശ്വാസിയാണോ എന്ന് നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുന്നതായ ശബ്ദം കേട്ട് തിരിച്ചറിയുവാൻ കഴിയും. നമ്മുടെ ഇടപെടലുകൾ തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, ഈ ദിനങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏദൻ തോട്ടത്തിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖയായി പുറപ്പെട്ട് ഒഴുകിയതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വന്ന ഹല്ലേലൂയ അതിന്റെ 4 വിധ പ്രവർത്തികൾ തികച്ചെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ലോക്കൽ ചർച്ചുകളിൽ ആരാധനയ്ക്ക് കടന്നു പോകണമല്ലോ. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഈ വചനങ്ങളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ദൈവദാനം പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടു കൂടെ നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവദാനം പാസ്റ്റർ. ദൈവദാനം പാസ്റ്റർ ഉണ്ടോ? നല്ല പിതാവേ, പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. നല്ല രാവിലെ വിളക്കായി സ്തോത്രം. മനോഹരമായ ഒരു മീറ്റിംഗ് ഇന്ന് രാവിലെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ കരുണയ്ക്കായി സ്തോത്രം. എൻ്റെ മുന്നപ്പെട്ട ദാസൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്യുവാൻ എൻ്റെ മോനെ ഒരുക്കി ഏറ്റവും മനോഹരമായ വിധത്തിൽ അത് ഭംഗിയായി ലീഡ് ചെയ്യുവാൻ നിൻ്റെ മോനെ ഒരുക്കിയല്ലോ. നിൻ്റെ മോനെ പിന്നെയും സഹായിക്കണമേ. ആയിരങ്ങൾക്ക് നിൻ്റെ മോനെ അനുഗ്രഹമായി തീരട്ടെ. താവി ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായി നിന്റെ മകൻ ആ ദേശത്ത് പ്രകാശിക്കട്ടെ. താവി ഒരു വലിയ ശുശ്രൂഷ നിന്റെ മകനുണ്ട്. അത് ചെയ്യുവാനുള്ള പ്രത്യേക കൃപ നൽകി ദൈവം മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവി ഇന്ന് മനോഹരമായി പ്രയർ കർത്താവി പാട്ട് പാടിയ പ്രിയപ്പെട്ട നാമങ്ങളെ ബലപ്പെടുത്തണമേ. അനേകർക്ക് വേണ്ടി ഉപയോഗിക്കണമേ. പ്രയർ ലീഡ് ചെയ്ത നിന്റെ മകളെ ബലപ്പെടുന്ന ശാരീരികമായുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എങ്കിലും ഇത്രത്തോളം സഹായിച്ചുവല്ലോ. പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. പൂർണ്ണമായി പരിഹാരം വരുത്തി ദൈവം സഹായിക്കണം. പ്രാർത്ഥന ധ്വനി അതൊരു ജോലിയായി ലോകത്ത് ജ്വലിപ്പാൻ ആയിരങ്ങൾ അതിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് കാരണമാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കണം. നോർത്ത് ഇന്ത്യയിലെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഉറവ് കത്തിപ്പെടുവാൻ ദൈവം അത് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മീൻ. കർത്താവേ, നമ്മൾ ഉൾപ്പെട്ട നല്ല ദൂതുകൾക്കായി സ്തോത്രം. മനോഹരമായ ദൂത് മകളിലൂടെ കേൾപ്പാൻ കർത്താവിടെയാക്കി അത് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പ്രായോഗികമാക്കുവാൻ കർത്താവ് സഹായിക്കണം. തോട്ടത്തിനപ്പോൾ നദിയിൽ നിന്ന് പുറപ്പെട്ട് 4 ശാഖയായി പിരിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഒഴുകുന്ന നദിയെക്കുറിച്ച് അത് വായ്പണ്ടിയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുകപ്പെട്ട നദിയിലെ അതിലൂടെയുള്ള വലിയ അനുഗ്രഹം, അതിൻ്റെ തീരത്തുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് ഹവിയിൽ അവിടെ മേത്രമായ പൊണ്ണ് ഒക്കെ ഉണ്ടെന്ന് വായി ഞങ്ങൾ ചിന്തിപ്പണ്ടിയായി തീർന്നു. മേത്രമായ അനുഗ്രഹങ്ങൾ, മേത്രമായ നന്മകൾ, മേത്രമായ വിടുതലുകൾ, മേത്രമായ ദൈവത്തിന് കൃപ ഞങ്ങൾക്ക് നൽകി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥന കുടുംബത്തിലെ എല്ലാ പ്രാർത്ഥന അംഗങ്ങളെയും സഹായികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും കാത്തുകൊള്ളണം. ആരെയും തൊടലേ കാണല്ലേ, ഒരു ദോഷവും ഉണ്ടാകല്ലേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയായി വീരരായി ധീരരായി ശൂരന്മാരായി തീർന്ന് പ്രശോഭിപ്പാൻ ദൈവം എല്ലാവരും ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി കർത്താവേ. സ്തോത്രം സ്തോത്രം. രാവിലെ നിന്ന് ദിവസമാണ്. ആത്മാവിലും സത്യത്തിലും കർത്താവെ ജ്വലിക്കുവാൻ ആരാധിപ്പാൻ അതുകൊണ്ടിലൂടെ വലിയ അനുഗ്രഹമായി എല്ലാവരും ഒരുക്കണമെന്ന് പ്രാർത്ഥന. കർത്താവ് യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ വലിയ പ്രതികൂല സാഹചര്യമാണേലും മർമ്മങ്ങൾ പ്രാപിച്ച് ലോകത്തിന് നൽകുവാൻ ഇടയാക്കി. ഞങ്ങളും ഓരോരുത്തരും വലിയ കാഴ്ചപ്പുള്ള അനുഗ്രഹങ്ങളും പ്രാപിച്ച് ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ ഇന്നത്തെ പകൽ ഒരുക്കണം.
പ്രാർത്ഥന ഉണ്ടായ നന്ദി, മോതൃനായ നന്ദി, സഹായിച്ചതിനായ നന്ദി. മനസ്സംഭാഷ പിന്നെയും ബലപ്പെടുത്തണമേ, ആയിരിക്കുന്നിടത്ത് ശക്തമായി പിന്നെയും ഉപയോഗിക്കണമേ. യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ താഴ്മയോടെ എല്ലാ കൽമപേക്ഷകളുമേ സ്വർഗീയ പരമപിതാവേ, ആമേൻ. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആത്മാവിന്റെ സംസർഗം, സഹവാസം, കൂട്ടായ്മ, കാവലി എന്ന് വിളിക്കുന്നു നമ്മോടും ഈ പ്രാർത്ഥന ധ്വനിയോടും പ്രാർത്ഥനയിലെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ കുടുംബാംഗങ്ങളോടും കർത്താവിനോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈകിട്ട് 6 മണിയായപ്പോഴ് വീട്ടിലെത്തിച്ചേർന്നു. യാത്ര ചെയ്യുന്നു.